ഹായ്, ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്ന ഒരു മധുര ലൂബി, അതായത് ഞാൻ പോട്ടിൽ നിന്ന് മാറ്റുന്ന ഒരു വീഡിയോ ആയിട്ടാണ്. അതായത് ചെറിയ പോട്ടിൽ നിന്ന് വലിയ പോട്ടിലേക്ക് മാറ്റുന്ന ഒരു വീഡിയോ ആണ്. ഇതിലാദ്യം ഒരു മാവാണ് വെച്ചിരുന്നത്. പക്ഷെ മാവ് കുറെ കഴിഞ്ഞപ്പോൾ, ഒരു 3-4 കൊല്ലം കഴിഞ്ഞപ്പോൾ ഉണങ്ങിപ്പോയി. ഇത് നല്ല മാവ് ഡ്രമ്മാണ്. കാരണം ഇതുപോലത്തെ ഒരു ഡ്രമ്മ് നിങ്ങൾ മേടിച്ച് നോക്കുവാണെങ്കിൽ 2 സൈഡിൽ പിടിച്ച് പൊക്കാൻ പറ്റും. 2 പേരുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സൈഡിലേക്കൊക്കെ മാറ്റി വെക്കാൻ പറ്റും. നല്ല ഡ്രമ്മാണത്. അപ്പോൾ ആ മാവ് ഉണങ്ങിയതിൻ്റെ പേരാണ് ഈ കാണുന്നത്. അതിൽ നിന്ന് എടുക്കാനായിട്ട് കുറേ പാട് വിട്ടു. ഇത് ഉണങ്ങി നിന്നിട്ട് വെട്ടിക്കളഞ്ഞിട്ട് കുറേ ദിവസമായി, ഒരു 2-3 മാസമായി. പക്ഷെ അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കാൻ പെട്ട പാട് വലിയൊരു ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. വെള്ളമൊക്കെ ഒഴിച്ച് കുതിർത്തി കുറെ മണ്ണൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷമാണ് ഈ വേര് അതിൽ നിന്ന് എടുക്കാൻ പറ്റിയത്. അപ്പൊ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, ഇതിലിപ്പോ ഓൾറെഡി കുറച്ച് മണ്ണ് ഞാൻ ഇട്ടിട്ടുണ്ട്. പഴയ മണ്ണൊക്കെ ഇതിന് മാറ്റി കുറച്ച് മണ്ണ് ഇതിൽ ഇടാം. ചകിരിച്ചോറ് ഉണ്ടെങ്കിൽ ചകിരിച്ചോറ്, അല്ലെങ്കിൽ തേങ്ങ പൊതിച്ച തൊണ്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഇതിൻ്റെ അടിയിലേക്ക് അപ്ലൈ ചെയ്യാം. കറ കളഞ്ഞ തൊണ്ടായിരിക്കണം. ഒരു 3-4 ദിവസമൊക്കെ വെള്ളത്തിലിട്ട് കറ കളഞ്ഞ. ഇതൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ കരിയില ഉണ്ടെങ്കിൽ കരിയില ഇട്ട് കൊടുക്കുക അടിയിൽ. കരിയില സ്റ്റോക്ക് ചെയ്ത് വെച്ചിരുന്ന കരിയില നമുക്ക് കുറെ ഇട്ട് കൊടുക്കാം. ഇത് വേരോട്ടത്തിനൊക്കെ നല്ലതാണ് ഈ കരിയില. പിന്നെ മണ്ണ് ഇളക്കമുള്ള മണ്ണായി തീരുകയും ചെയ്യും. അപ്പൊ ഈ രീതി നിങ്ങൾ പരീക്ഷിച്ച് നോക്ക്. നല്ലൊരു പിന്നെ ഡ്രമ്മിലെ വെയിറ്റും കുറഞ്ഞു കിട്ടും. അതിനുശേഷം നിങ്ങൾ കുറച്ച് മണ്ണ് കളയാം. മണ്ണ് ഞാൻ നേരത്തെ ഇത് കുമ്മായിട്ട് 2 ആഴ്ച വെച്ചിരുന്ന മണ്ണാണ്. അപ്പൊ മണ്ണ് എപ്പോഴും പാകപ്പെടുത്തി എടുക്കുമ്പോൾ അങ്ങനെ ചെയ്യാവുള്ളൂ. കുമ്മായിട്ട് 2 ആഴ്ച നമ്മൾ ആ മണ്ണിനെ പാകപ്പെടുത്തിയ ശേഷം മാത്രമേ ഇതിലേക്ക് അപ്ലൈ ആവുള്ളൂ. അതിൻ്റെ പുറത്ത് കുറച്ച് മണ്ണ് ഇട്ട് കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഈ ഞാൻ നേരത്തെ വെള്ളം ഒഴിച്ച് വെച്ചിരുന്നതാണ്. അപ്പോൾ ഇത് വലിച്ചു കഴിഞ്ഞാൽ ഇവിടെ പോരും. ഇതേപോലെ വലിച്ച് പോട്ടിൽ നിന്ന് മാറ്റിയെടുക്കാവുന്നതാണ്. അതിനുശേഷം നിങ്ങളിത് വലിയ ഡ്രമ്മിലേക്ക് വെക്കുക. വീഡിയോയിലൂടെ മനസ്സിലായി കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അതിനുശേഷം നിങ്ങൾ വേണമെങ്കിൽ കുറച്ച് എല്ലുപൊടി, അധികം ഇടരുത്. അധികം കഴിഞ്ഞാൽ ഇതാണ് എല്ലുപൊടിയല്ല, ഇത് നീം കേക്കാണ്. അത് കുറച്ച് നമ്മൾ ഇട്ട് കൊടുക്കുക ചുറ്റും. അതിനുശേഷം ചാണകപ്പൊടി കൊടുക്കാം. നമ്മൾ മണ്ണുമായിട്ട് നേരത്തെ മിക്സ് ചെയ്ത് വെക്കണമെന്നില്ല. അതായത് ചാണകപ്പൊടി ചുറ്റുവിട്ടതിന് ശേഷം ചാണകപ്പൊടി പറമ്പിൽ നിന്ന് നമ്മൾ കിട്ടുന്ന ചാണകമാണെങ്കിൽ നന്നായിരിക്കും. പറമ്പിൽ നിന്ന് കിട്ടുന്ന ചാണകം ഉണക്കി പൊടിച്ച് എടുക്കുവാണെങ്കിൽ അത് ഏറ്റവും നല്ലത്. അതിനുശേഷം നമ്മൾ ബോൺ മീൽ, അതായത് എല്ലുപൊടി പുറത്തിട്ട് കൊടുക്കണം. അതിവിടെ ഉണ്ട്. കാരണം ഇതൊക്കെ ആസിഡ് വഴി പ്രവർത്തിച്ചാണ് ഇതൊക്കെ പ്രോസസ് ചെയ്തൊക്കെ നമ്മൾ കേൾക്കണം. അപ്പൊ എല്ലുപൊടിയൊക്കെ അതിവിടെ ഉണ്ട്. കുറച്ച് മാത്രം ഇട്ട് കൊടുത്താൽ മതി.
അതിനുശേഷം നമ്മൾ ബാക്കി ചുറ്റും ഈ ബാക്കി മണ്ണ് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ആ നമ്മൾ ആദ്യം എടുത്ത പോട്ടിന്റെ ലെവലില് മണ്ണ് ചുറ്റോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇട്ട് കൊടുത്തത് ഫില്ലാക്കാം. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.